ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തമ്പായിസ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബീഫ് റോസ്റ്റാണ്. അതിനായിട്ട് 1 കിലോ ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ വെള്ളം നല്ലോണം പറ്റിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി വെക്കുക. അതിനായിട്ട് ചെറിയുള്ളി, തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പെരിഞ്ജീരകം, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇതെല്ലാം റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം തേങ്ങക്കൊത്ത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തേങ്ങക്കൊത്ത് നല്ലപോലെ വഴലുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം തേങ്ങാക്കൊത്ത് നല്ലപോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടുക. അപ്പം ആ കുരുമുളക് പൊടിയുടെ ഒരു ടേസ്റ്റ് നല്ലപോലെ തേങ്ങാക്കൊത്തിൽ എടുത്ത് നിൽക്കും. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സോറി, വീഡിയോയിൽ തുമ്പിച്ച് അലയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 8 മാസം ആയതേ ഉള്ളൂ. ഞാനിവിടെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പം ആളടുത്തിരിപ്പുണ്ട്. നിങ്ങൾ ദയവായിട്ട് എക്സ്ക്യൂസ് ചെയ്യണം. തേങ്ങക്കൊത്തെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലകളെല്ലാം വഴറ്റിയെടുക്കുന്നത്. അതിനായിട്ട് ഒരു 2.5 സ്പൂണോളം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ചതച്ച് വെച്ചതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ എണ്ണയിൽ നല്ലോണം പച്ചവണം മാറുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കുക. അതിനായിട്ട് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് വരുന്ന വീഡിയോസിൽ അതൊക്കെ ക്ലിയർ ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം വഴന്ന് വന്നതിന് ശേഷം നമ്മളതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഉള്ളി ഇടണ്ട, ഒത്തിരി ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിക്ക് ഒരു മധുരമുണ്ട്. അപ്പം ആ ബീഫിൻ്റെ ഒരു എക്സാക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. സവാളയെക്കാട്ടും നല്ലത് ടേസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയുള്ളിക്കാണ്. ഞാനൊരു 150 ഗ്രാമോളം ചെറിയുള്ളിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കുക. എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ചെറിയുള്ളി നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവരുടെയും എരിവിനനുസരിച്ച് ചേർക്കാം. ഇപ്പം ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അത് വലിയ എരിവില്ല. ഇത് മസാലകൾ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. മസാലകളൊക്കെ മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ വെള്ളം പറ്റിച്ച് വെച്ചേക്കുന്ന ബീഫ് ആഡ് ചെയ്യുക. ഇപ്പോൾ ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളിലേക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്തെങ്കിലും റെസിപ്പീസിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. നമുക്ക് വരുന്ന വീഡിയോകളിൽ അതൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ബീഫ് നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 6 വിസിൽ. ഇതിപ്പോൾ നമ്മൾ വെള്ളം പറ്റിച്ചപ്പം അത് ബീഫ് കുറച്ച് വെന്തിട്ടുണ്ടെങ്കിലും ബീഫിന് നല്ലോണം വേവുള്ളതാണ്. അപ്പം കുക്കറിലേക്ക് ആഡ് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബീഫിൻ്റെ വേവ് അനുസരിച്ചിരിക്കും. അതിപ്പോൾ കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ബീഫിൻ്റെ മൂപ്പൊക്കെ അനുസരിച്ചിരിക്കും അത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി.
നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇപ്പം ഏകദേശം 6 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കടുക് നല്ലോണം പൊട്ടി വരുമ്പോൾ നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ വെന്ത ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബീഫ് നല്ലോണം എണ്ണയിൽ കിടന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. കുറച്ച് സമയം എടുക്കും. നല്ലോണം ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ കുറച്ച് സമയം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു പാതി റോസ്റ്റായി വന്നിട്ടുണ്ട്. ചിലർക്ക് ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ആവുന്ന ഇഷ്ടമല്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഇപ്പോൾ ഏകദേശം ഫൈനലോട് അടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇവിടെ എല്ലാവർക്കും നല്ലോണം ഡ്രൈ ആകാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാമല്ലോ ബീഫ് ഇങ്ങനെ കറുത്ത കളറിൽ നല്ല റോസ്റ്റായിട്ടിരിക്കുന്നത്, അങ്ങനെ ആക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം നല്ലപോലെ ബീഫ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി. ഇങ്ങനെ കുരുമുളക് പൊടി ചേർത്താലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയുടെ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് ബീഫിലിങ്ങനെ എടുത്ത് നിൽക്കും. പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അടച്ച് വെക്കാം. കറിവേപ്പിലയും ആഡ് ചെയ്യണേ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. എൻ്റെ ഇവിടെ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഏകദേശം ഒന്നുകൂടി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടില്ല, ഒരുപാട് ഓയിൽ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. നിങ്ങളത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കുരുമുളകിൻ്റെയും ആ മസാലയുടെയും ആ വെളിച്ചെണ്ണയുടെയും ഒക്കെ ഒരു പ്രത്യേക മണവും ഫ്ലേവറും ഒക്കെ ആ ബീഫിനുണ്ടായിരിക്കും. എന്നിട്ട് കുറച്ച് സമയം ഇത് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി വീട്ടിൽ ബീഫ് വാങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് പറയാൻ മറക്കരുത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.